ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ചന കോലിവട. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വെളുത്ത കടല വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 2 കപ്പ് വെളുത്ത കടല 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം എടുത്ത് കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് ഒരു ബേ ലീഫ്, ഒരു കറുത്ത ഏലക്ക, വലിയ ഏലക്ക എന്ന് പറയുന്നത്, പിന്നെ ഒരു കഷ്ണം കറുവാപ്പട്ട, 4-5 ഗ്രാമ്പൂ, എന്നിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 3 പിഞ്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 2 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ വെന്ത കടല നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കടുകെണ്ണ, 1 ടീസ്പൂൺ നമുക്ക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ അംചൂർ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മിച്ചം ബ്ലാക്ക് സോൾട്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, കുറച്ച് അരിമോദകം, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നമുക്ക് സാദാ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ, 1/4 കപ്പ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി. കടലപ്പൊടി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഉണ്ടെങ്കിൽ വളരെ നല്ലത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കണ്ടോ, ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ബാറ്റർ. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളിത് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്ന് വെച്ചാൽ ഓരോ കടലയിലും നന്നായിട്ട് മസാല കോട്ടായിട്ടിരിക്കണം. നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് കടലയെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഇത് കറക്റ്റായിട്ടുണ്ട് നമുക്കിത് വറുക്കാനായിട്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കുറേശ്ശെ ഇതുപോലെ കടല ഇട്ട് കൊടുക്കാം. നല്ല ചൂട് എണ്ണയിൽ വേണം നമ്മളിത് വറുത്ത് കോരാൻ. ആദ്യം ഇതെല്ലാം ഒന്ന് ഒട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അത് സാരമില്ല. പതിയെ അത് എല്ലാം വിട്ട് പോന്നോളും. നല്ല ചൂട് എണ്ണയിലാണ് നമ്മുടെ ഈ കടല വറുത്ത് കോരേണ്ടത്. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് നമ്മൾ കോരിയെടുക്കുവാണ്. ഇനി അടുത്ത കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ മസാല ഉണ്ടാക്കിയപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കടുകെണ്ണ ചേർത്തിരുന്നു. നിങ്ങൾക്ക് ആ കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഓയിൽ എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കാവുന്നതാണ്. എനിക്ക് പക്ഷേ ഈ കടുകെണ്ണയുടെയൊക്കെ ടേസ്റ്റ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. നമ്മുടെ കടല അടുത്ത ട്രിപ്പും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് നമുക്ക് കോരിയെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. അങ്ങനെ അടുത്ത ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കടുത്ത് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള കടലയും കൂടെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി ലാസ്റ്റ് നമ്മുടെ ഈ പാത്രത്തിലോട്ട് കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി നമ്മളിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ബാറ്ററിലൊന്ന് പൊതിഞ്ഞെടുക്കുക. വെള്ളം വേണമെങ്കിൽ 2-3 തുള്ളി വെള്ളം ഒഴിക്കാവുന്നതാണ്. എന്നിട്ടിത് ഇതേപോലെ ചൂടെണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കടലയുടെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ ചന കോലിവട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മീതെ ഞാൻ കുറച്ച് ചാട്ട് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പിന്നെ കുറച്ച് മല്ലിയില. അങ്ങനെ നമ്മുടെ ചന കോലിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.